ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോളിഫ്ലവർ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് ചട്ടി വെക്കണം അടുപ്പത്തിട്ടാ. എൻ്റെ പൊന്ന് മക്കളെ, അപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുത്തതില്ല. അപ്പം നമ്മൾ ഓയിലിലാണ് പൊരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അതിലാണ് പൊരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം മക്കളെ മുഖം ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾ, മുളക്, ചിക്കൻ മസാല, വിനിഗർ, വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന് ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ മീൻകറി. അപ്പോൾ മക്കളെ കുറച്ച് കറിവേപ്പില നമ്മളെ ഇട്ട് കൊടുക്കുക. ഭക്ഷണത്തെ വഹിച്ചിട്ട് കണ്ണ് കാണാല്ലേ. രാവിലത്തെ മീൻ കറി ഉണ്ട്. ഈ ഫ്ലെയിമിലിട്ട് പൊരിക്കാൻ നോക്കുക. ഇത് നല്ലോണം ഒന്ന് വെന്ത് മുരിഞ്ഞ് ഫ്രൈ ആക്കണമെങ്കിൽ കുറച്ച് പാടാണ് എൻ്റെ പൊന്നേ. വിശന്നിട്ടാണെങ്കിൽ കരിയുന്നുണ്ട്, കുടൽ കരിയുണ്ട്. ഇതാ രാവിലെ വെച്ച മീൻ കറി ദോശയ്ക്ക്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ മക്കളെ 6 വൈഫൈന് കട്ടായിട്ട് പിന്നെ അങ്ങോട്ട് വന്നു പതിനീങ്ങളൊക്കെ വിളിച്ചിട്ട്. അപ്പം നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ കടന്നിങ്ങനെ തിളച്ച് പറയുന്നു മുന്നേ മക്കളെ. അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ വിശന്നിട്ടാണെങ്കിൽ വയ്യ. ചോറൊക്കെ വെന്ത് ചൂടുന്ന നേരം കഴിക്കുക. അതുകൊണ്ട് പുതിയ മേല് കഴുകാനും പറ്റില്ല. 2-3 വട്ടം മേല് കഴുകലാണ്. രാവിലെ കഴുകണം, ഇനിയിപ്പോൾ ഒന്നും കൂടെ കഴുകണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരിക്ക് കഴിച്ച് തന്ന വിളിച്ച് കഴിക്കാൻ കഴിക്കും. വിശപ്പല്ലാതെ നല്ല ചൂട് ചോറ്.
ആവി പറക്കുന്ന ചോറുണ്ട്. ഒന്ന് മക്കളെ ആവി പറക്കുന്ന ചോറ് ഇതാ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ നല്ല മീൻകറി ഇട്ടാ, നല്ല നമ്മളെ ചാളക്കറിയുണ്ട്. അതും കൂട്ടിയാൽ പിടി പിടിച്ചാണ്ടല്ലോ സ്വർഗമാ സൗഖ്യം. എൻ്റെ പൊന്നേ സ്വർഗമാ സൗഖ്യം തന്നെ. അപ്പോൾ കരിയാൻ തുടങ്ങുന്നുണ്ടോ? അപ്പോൾ വരെ ഒന്ന് അടക്കി കൊടുക്കാം നമുക്ക്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച പൊന്നു മക്കളെ. കുറച്ച് സമയം എടുക്കുന്നൊന്ന് മുരിഞ്ഞിതാവാൻ. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നാൽ നേരം വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് വിശന്നാൽ പിന്നെ നമ്മൾ ഒരു രക്ഷയില്ല. വിശപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയത്താണ് വിശപ്പ് തുടങ്ങുക. ആ സമയം ഒന്ന് നേരത്തെ കുറച്ച് ഓട്സ് ഉണ്ടാക്കിയിരുന്നു. ആ ഇതായതുകൊണ്ടാണ് അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ക്യാരറ്റ് ജ്യൂസ് വയസ്സുണ്ടായിരുന്നു, അത് കുടിച്ചുകൊണ്ട് അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിശപ്പാവുമ്പോൾ നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ വിശപ്പ് കെട്ട് കഴിഞ്ഞാൽ കഴിക്കാനാണ് തൊണ്ടയുടെ താഴത്തേക്ക് ഇറങ്ങില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കുറച്ച് കായം കൂട്ടി വെച്ചിരുന്നു. അരമണിക്കൂറെങ്കിലും വെക്കണ്ടേ, ഇതിലെല്ലാം ഈ ഉപ്പും മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പം നമുക്ക് കോരി ഫ്രൈ ആയതൊക്കെ കോരി മാറ്റി കഴിക്കാൻ നോക്കാം. പൊന്നേ വിശന്നാൽ നമ്മൾ വിശപ്പില്ലാതായി. അപ്പം നമ്മൾ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മതി. വല്ലാതെ കഴിഞ്ഞാൽ കരിയില മസാലയൊക്കെ എണ്ണയിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ട്രൈക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളിമാറ എണ്ണയും തേച്ച് കടന്നുറങ്ങുന്നുണ്ട്. അതാ പൊരിച്ചു, കോളിഫ്ലവർ പൊരിച്ച് നമ്മളെ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് മക്കളെ. സാധനങ്ങളൊക്കെ മേടിക്കണം. വൈഫൈന് അപ്പം നമ്മൾ കുറച്ച് അച്ചാറും കൂടെ ഇട്ട് കൊടുക്കാം. അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച പൊന്നു മക്കളെ. കോളിഫ്ലവറൊക്കെ കൂട്ടി കഴിച്ച കേട്ടോ. നല്ല ചൂട് ചോറാണ്, ആവി പറക്കണം. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വെച്ചത്. ഈ ചൂടല്ലേ, അപ്പോൾ വേവില്ലാത്ത അരിയായതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സുലാർമ ചൂടാ സഹിക്കാൻ പറ്റാത്ത പൊന്നേ. നല്ല ചാള ഉണ്ടായിരുന്നു, അടിപൊളി ചാളയാണ്, അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ചെയ്യും.